ഹായ് സുഹൃത്തുക്കളെ, എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് ഒരു കൂട്ടാണ്. നമ്മൾ സാധാരണ സദ്യയുടെ കൂടെയൊക്കെ ഉപയോഗിക്കാറുള്ള കൂട്ട്. നല്ല അടിപൊളിയായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൂട്ട് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള ഒരു വീഡിയോ ആണ് ഞാനിന്നിവിടെ നിങ്ങൾക്ക് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 പച്ചക്കായ ചെറുതാക്കി വെട്ടിയിട്ടുണ്ട്. അതേപോലെ 2 ക്യാരറ്റ് ചെറുതാക്കി വെട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ചേന, ഇതെല്ലാം ഞാൻ ഒരേ രീതിയിൽ ഇതിൻ്റെ ക്യൂബ്സായിട്ട് ചെറുതാക്കി വെട്ടി വെച്ച് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചേക്കുവാണ്. അപ്പോൾ അതിൻ്റെ കായൻ്റെയും ചേനയുടെ ഒക്കെ കറ പോകുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ ഒരു 1/2 കപ്പ് കടലപ്പരിപ്പ് ഞാനൊരു 4-5 മണിക്കൂർ മുമ്പേ കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതേപോലെ 1 കപ്പ് കടല, നമ്മുടെ ചെറുമണി കടലയാണ് എടുത്തിട്ടുള്ളത്. അതും ഇതേപോലെ ഞാൻ കുറേ നേരം സോക്ക് ചെയ്ത് അവസാനം പുഴുങ്ങി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അരവിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ, ഒരു 2-3 അല്ലി വെളുത്തുള്ളി, ഒരു 4 പച്ചമുളക്, അതുപോലെ ഒരു 5-8 ചെറിയ ഉള്ളി, കുറച്ച് കറിവേപ്പില എന്നിങ്ങനെയുള്ള സാധനങ്ങളാണ് നമുക്ക് അരവിന് വേണ്ടി ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത്. പിന്നെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മുളകിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ പൊടി മസാലകളായിട്ട് 1 സ്പൂണ് മല്ലിപ്പൊടിയുണ്ട്, 1 സ്പൂണ് മുളക് പൊടിയുണ്ട്, ഒരു 3/4 സ്പൂണ് മഞ്ഞൾപ്പൊടി. ഇത്രയും സാധനങ്ങളാണ് ഞാൻ പൊടി മസാല ആയിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഈ അരവിൻ്റെ കൂട്ടത്തിൽ ഞാൻ മറന്നുപോയൊരു സംഗതി, അതെന്താണെന്ന് വെച്ചാൽ കുറച്ച് ജീരകം കൂടി നമ്മൾ അതിലേക്ക് ചേർക്കേണ്ടതുണ്ട്. പിന്നെ ഈ കാണുന്നത് തേങ്ങ, വറ്റൽ മുളക്, ഒരു മുളകില്ല, കറിവേപ്പില തുടങ്ങിയ സാധനങ്ങൾ നമുക്ക് വറുക്കാനുള്ളതാണ്. പിന്നെ വറവിനും ഈ അരപ്പിലും കൂടിയുള്ളതാണ് ഈ ജീരകം. അതേപോലെ കടുക് നമുക്ക് വറവിന് മാത്രമുള്ളതാണ്. ജീരകം അരപ്പിനും ഫ്രൈ ചെയ്യുന്നതിനും വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ജീരകം ഞാനൊരല്പം നമ്മുടെ തേങ്ങയുടെ കൂട്ടത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഈ സാധനങ്ങൾ നമുക്കിതിൽ അരപ്പായിട്ട് നമ്മൾ ആദ്യം ഉപയോഗിക്കേണ്ടത്. ഇപ്പം ഞാനൊരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അതിനുവേണ്ടി ഫ്രൈ പാനോ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റ് ചെമ്പട്ടി പോലുള്ള പാത്രങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഞാൻ കടലപ്പരിപ്പ് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്കിതൊന്ന് മൂടി വെച്ച് ഒരു അരമണിക്കൂർ നേരം വേവിച്ചെടുക്കണം. പിന്നെ നമ്മുടെ വെട്ടി വെച്ച പച്ചക്കറികളൊക്കെ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതേപോലെ നമ്മുടെ അരപ്പിനുള്ള സാധനങ്ങളെല്ലാം അരച്ച് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. കൂടുതൽ നല്ലോണം അരിഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല, നമുക്കൊന്ന് ഒതുക്കി എടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ പരിപ്പ് ഇവിടെ ഒരു 3/4 ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വെട്ടി വെച്ചിട്ടുള്ള ഈ പച്ചക്കറികളൊക്കെ കൂടി നമ്മളിതിലേക്ക് ആഡ് ചെയ്യുകയാണ്. ഇനി നമ്മളതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി തുടങ്ങിയ മസാലപ്പൊടികൾ നമ്മളിതിലേക്ക് ഇടുന്നുണ്ട്. പിന്നെ നമുക്കതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ പാകത്തിനുള്ള ഉപ്പ് നോക്കിയിട്ട് നമ്മൾ ഇട്ടാൽ മതി, ഉപ്പ് കൂടരുത്. അതേപോലെ ഒരു 4 അല്ലി വേപ്പിൻ്റെ ഇല കൂടി ഇട്ടിട്ടുണ്ട്. ഇനി ഒരല്പം ചൂടുവെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. ചൂടുവെള്ളം ഒഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. വീണ്ടും നമ്മളൊരു 10-20 മിനിറ്റ് നേരം ഇതൊന്ന് മൂടി വെച്ച് വേവിക്കണം. ഇത് വെന്തതിന് ശേഷമാണ് നമ്മൾക്കിതിലേക്ക് അരപ്പ് കൊടുക്കേണ്ടത്. ഇപ്പോൾ നമ്മളിത് വേവിച്ച് എടുത്തിട്ടുണ്ട്. ഒരു 3/4 ഭാഗം ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഇപ്പോൾ കടല നമ്മൾ വേവിച്ചതാണ് കടല. ചില ആളുകൾ ചെയ്യാറ് കടല ആദ്യം വേവിച്ച വെള്ളത്തോടു കൂടി തന്നെ അതിൽ ഇട്ട് വേവിക്കും. പക്ഷേ ഞാൻ കടല കൂടുതൽ കറുപ്പ് ഉള്ള വെള്ളമാവുമല്ലോ കടല പുഴുങ്ങിയാൽ, അപ്പോൾ അതിനെ കൊണ്ട് ഞാൻ ആ വെള്ളം ഒഴിവാക്കിയിട്ടുണ്ട്. ഒരു കടല മാത്രമേ ഞാനിതിൽ ആഡ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വെള്ളത്തിൻ്റെ കൂടെ തന്നെ കടല ചേർക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ പച്ചക്കറിയും കടല, പരിപ്പ് ഇതെല്ലാം ഇപ്പോൾ ഏകദേശം ഇങ്ങനെ വെന്ത് വരുന്നുണ്ട്. ഇനി ഇത് നല്ല രീതിയിൽ വെന്തതിന് ശേഷമാണ് നമ്മളിതിലേക്ക് നമ്മുടെ അരപ്പ് ചേർക്കുന്നത്. ഇപ്പോൾ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്തിട്ടുണ്ട്. ആ അരപ്പ് ചേർത്തതിന് ശേഷം നമ്മൾ നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കണം. പിന്നെ ചെറിയ തീയിൽ വേണം നമ്മളിത് കുക്ക് ചെയ്യാൻ. ഇപ്പോൾ നമ്മുടെ കൂട്ട് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിതൊന്ന് ഫ്രൈ ചെയ്യാണ്. ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടി നമ്മളതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം കടുക്, ജീരകം എന്നിവ രണ്ടും ഇട്ടിട്ടുണ്ട്. കൂടെ ഒരൽപ്പം വറ്റൽ മുളകും വേപ്പിൻ്റെ ഇലയാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് നല്ല രീതിയിലൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ വറുക്കാൻ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങ കൂടി ഇതിൻ്റെ കൂട്ടത്തിലൊന്ന് നമുക്ക് വറുത്തെടുക്കണം. നല്ല ബ്രൗൺ കളറായിട്ട് എടുക്കണം. നല്ല ഡാർക്ക് ബ്രൗൺ കളറാകുന്ന വരെ നമ്മൾ തേങ്ങ ഒന്ന് വറുത്ത് കൊടുക്കണം. ചെറിയ തീയിൽ തന്നെ ചെയ്യുക. ഇത് കരിയാൻ പാടില്ല. ഇതിന് ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്ന
ഒരു കൂട്ട് ഇതാണ്. അത് ഈ കൂട്ടുകറിയിലേക്ക് ഏറ്റവും നല്ല ടേസ്റ്റ് എടുക്കുന്ന ഒരു കൂട്ട് ഇതാണ്, ഈ തേങ്ങ വറുത്തത്. ഇപ്പോൾ നമ്മൾ തേങ്ങ വറുത്ത് നല്ല ഡാർക്ക് ബ്രൗൺ കളറിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഈ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഇതിലേക്ക് വേണ്ടുന്ന ഒരല്പം ശർക്കരയാണ് ഇപ്പോൾ അവസാനം ഞാൻ ഇട്ട് കൊടുത്തത്. അപ്പോൾ ഈ ശർക്കര കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കുക. ഒരു 2 മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്ത് എടുക്കുക, നമ്മൾ ഈ മിക്സ് എല്ലാം ചേർത്തതിന് ശേഷം. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഇന്ന് നമ്മുടെ വിഭവം, ഒരു കൂട്ടുകറി. ഓക്കെ, അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക.